friends, Namaskaram. Welcome to my channel Vipnas Tasty Recipes. ഇന്ന് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോയ ചങ്ക്സ് ഉലർത്തിയത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് സോയ ചങ്ക്സ് ഉലർത്തിയത് തയ്യാറാക്കുന്നത്. ഞാൻ ഒരു കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം നല്ല ചൂട് വെള്ളത്തിൽ സോയ ചങ്ക്സ് കുതിർത്ത് വെക്കാം. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കാം. പിന്നീട് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കാം. സോയ ചങ്ക്സ് വെള്ളം പിഴിഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ചേർത്തിട്ട് 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് തേങ്ങ വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ തേങ്ങ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങ വഴറ്റിയത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ലൊരു മണമായിരിക്കും ഈ സമയത്ത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ചുവന്നുള്ളി, അതായത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 20 ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ 2 പച്ചമുളകും, ചുവന്നുള്ളിയും പച്ചമുളകും ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം സോയ ചങ്ക്സ് വേവിക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കൂടുതലാകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ സവാളയ്ക്ക് പകരം ചുവന്നുള്ളി തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അപ്പം ചുവന്നുള്ളി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കണം. ചുവന്നുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വറ്റൽ മുളക് ചതച്ചത്. അത് കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല. മുളക് പൊടിയുടെ അളവ് കുറച്ച് കൂടുതൽ ചേർത്താൽ മതിയാവും. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. ഇതൊക്കെ ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. സോയ ചങ്ക്സ് ചേർത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയ ചങ്ക്സിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അത് മുഴുവനായും വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇടുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തേങ്ങ വഴറ്റിയതും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ സോയ ചങ്ക്സ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോയ ചങ്ക്സ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും വേണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള ടേസ്റ്റി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്